വാ വാദ്യാർ എന്ന് പറഞ്ഞ പടം കണ്ടു. പേഴ്സണലി എനിക്ക് ഈ പടം തീരെ പറ്റിയില്ല. എനിക്ക് തീരെ കണക്റ്റ് ആയില്ല. എനിക്കിഷ്ടായില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഈ സിനിമ ഒരു അന്യൻ മോഡിലുള്ളൊരു സാധനമാണ്. ഭയങ്കര ഒരു ഹാർഡ് കോർ എംജിആർ ഫാനായിട്ടുള്ള ഒരു കറപ്റ്റഡ് പോലീസ് ഓഫീസർ. ആളിങ്ങനെ ഈ സ്വിച്ചിങ് ഇല്ലേ, ഒരു മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ആ ഒരു സെറ്റപ്പാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. ഒരു ഫാൻറ്റസി കോമഡി ആക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സിനിമ പോകുന്നതെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ലിറ്ററലി എനിക്ക് ഇൻ്റർവെല്ലിന് ഇറങ്ങി വീട്ടിൽ പോകാൻ തോന്നിയതാണ്. അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഒരു എൻ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തരം ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു പടത്തിന്. ഇനി അതിപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ പറ്റിയതാണോന്ന് അറിയില്ല. അതോ ഇനി ഡയറക്ടർ ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് തീരെ വർക്കായില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അധികമൊന്നും പറയുന്നില്ല. കാരണം ഈ സിനിമ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പടം. മിക്ക പടങ്ങളും ബാക്കി എല്ലാവർക്കും ഒരേപോലെയൊക്കെ കണക്റ്റ് ആവുമായിരിക്കും. ഇത് ഓരോരുത്തർക്കും ഒരേപോലെ ആയിരിക്കും തീർച്ചയായിട്ടും ഫീൽ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമ തീർച്ചയായിട്ടും ഒട്ടും കണക്റ്റ് ആയില്ല. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പരാശക്തിൻ്റെ റിവ്യൂവിൽ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഹാക്കേഴ്സ് വീഡിയോ എന്ന് പറയുന്നത് വിഷ്ണു നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ആളിതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെയും ഷാസിൻ്റെയും 2 റിവ്യൂസും വെച്ചിട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ഷാസ് ആ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇതേപോലെ ചില സിനിമകൾ മിക്ക സിനിമകളും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ചില സിനിമകൾ ഇതേപോലത്തെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും. അതേപോലെ ഈ സിനിമ എനിക്ക് തീരെ പറ്റിയില്ല. ചിലപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടു നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയോ ഇരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും ഈ സിനിമ എന്തെങ്കിലും ഒരു ഭേദമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് പറയാൻ ഉദ്ദേശിച്ച് ഒരു അവിയൽ പരുവം പോലെ ആയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഒരു 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 കണക്ഷനും കിട്ടാതെ ഒരു ഒരു മറ്റൊരു ജപ്പാൻ ഫീലായിരുന്നു എനിക്ക്. ജപ്പാൻ എനിക്ക് സ്ക്രീനിൽ പോലും നോക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പടം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അതാണ് ഞാനീ പറഞ്ഞത്. എനിക്ക് അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഈ പടത്തിൽ നിന്നും കിട്ടിയത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്കത് വർക്കായോ, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയാറില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തോരാതെ ഇരുന്ന് പറയും. ഇതെനിക്ക് അതുപോലെ വർക്കാവാത്തൊരു പടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ കാർത്തിയുടെയും കൃതി ഷെട്ടിയുടെയും കാര്യങ്ങളൊക്കെ കുറേ വേണമെങ്കിൽ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷേ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പടം പറ്റിയില്ല. അത്രേ ഉള്ളൂ.